Okay. Good afternoon, Megha. Good afternoon, sir. Good afternoon, Anube. ആരംഭിച്ചാലേ Anube? Let us start. Binoy ആണ്. അതെ സാർ, ബിനോയ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. Yes, good afternoon. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Let us start. Okay, Megha. Yes. ആരംഭിക്കാം. ഓക്കെ പരീക്ഷ. ഓക്കെ. ഞാൻ ആരെങ്കിലും വരണമെങ്കിൽ എത്തട്ടെ വെച്ച് നിന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് കുറച്ച് എക്സസൈസുകൾ നിങ്ങൾ ചെയ്തു. കുറച്ച് എളുപ്പമുള്ള എക്സസൈസുകളായിരുന്നു അത് നിങ്ങൾ ചെയ്തു. ഓക്കെ. അപ്പൊ ഓക്കെ ജോബിമോൾ. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടത് അതിന്റെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ഒന്നുകൂടി എക്സസൈസുകൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയൊരു സംഭവം ചെയ്യാം. അപ്പൊ അരമണിക്കൂർ ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷിലെ ക്ലാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്ത ടീച്ചർക്ക് കുറച്ചധികം കൂടുതൽ പോർഷൻ തീരാനുള്ളത് കൊണ്ട് ടീച്ചർ ഓക്കെ സുസ്മിത കുറച്ച് അരമണിക്കൂർ കൂടുതൽ എടുക്കുകയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പോഴേക്കും എല്ലാവരും ആവട്ടെ നമുക്ക് വിചാരിക്കും. പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോ ഒരു സെന്റൻസ് എഴുതുക. എഴുതിയതാണെങ്കിൽ എഴുതണ്ട, പറഞ്ഞാൽ മതി. Had anybody, ANYBODY, anybody stabbed, STABBED, stabbed them before the police arrived, ARRIVED. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഹാഡ് എനിബഡി സ്റ്റാബ്ഡ് കുത്തുക, സ്റ്റാബ്ഡ് ദം
ബിഫോർ ദ പോലീസ് അറൈവ്ഡ്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റിനുള്ള ഒരു പാസീവ് വോയിസിന്റെ ചോദ്യമാണ്. അപ്പൊ ഓബ്ജക്റ്റ് എഴുതണം, ഹാഡ് എഴുതണം, ബീനെ എഴുതണം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. പക്ഷേ ഇതിന്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്ന ആൻസറും അതുപോലെ തന്നെ ആവണം. അത് കാര്യം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് വേണ്ടത് ഇതിന്റെ ഓബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അവരെ കുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ആരെ? അവരെ. അപ്പൊ ദം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ആ ദം എന്നുള്ളതിന് ഓബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് സബ്ജക്റ്റ് ആക്കി മാറ്റി കഴിയുമ്പോൾ ദേ എന്നായിട്ട് മാറുന്നു. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്തു. അപ്പൊ ഓബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മോഡല് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓബ്ജക്റ്റ് എഴുതിയില്ല ബിനോയ്. ഫസ്റ്റ് ഓബ്ജക്റ്റ് എഴുത്. ആരെ? അവരെ. ഓബ്ജക്റ്റ് ആദ്യം കണ്ടു പറയട്ടെ സബ്ജക്റ്റ് ആയിട്ട്. നമ്മൾ വളരെ എളുപ്പമുള്ളതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. ഓക്കെ 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 ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനെ എന്താക്കണം, ഒരു ക്വസ്റ്റ്യൻ ആക്കണം. കാരണം തന്നിരിക്കുന്ന ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ക്വസ്റ്റ്യൻ പോലെ തന്നെ ആക്കണം. തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഹാഡ് ആദ്യം പറഞ്ഞിട്ട് ചോദ്യമാക്കി മാറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്ന പാസീവ് വോയിസും അങ്ങനെ ജോബി മോള് കറക്റ്റ് ആണ്. പക്ഷെ ഒരു വേർഡ് എടുത്ത് ആദ്യം പറയണമായിരുന്നു. ഓക്കെ ഫരീസ, യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ മേഘ, വെരി ഗുഡ്. അനൂപ് ചോദ്യമാക്ക്, ചോദ്യം കൂടിയാക്കുക. കറക്റ്റ് ആണ്. അതിനകത്തൊരു വേർഡ് ആദ്യം പറഞ്ഞ കറക്റ്റ് ആയി. ഓക്കെ സുസ്മിത. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരിയാണ് പറഞ്ഞത്. യെസ്. ഇപ്പൊ ശരിയായി ജോബി മോൾ, കറക്റ്റ് ആയി. ഓക്കെ 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 ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ ഓക്കെ ഓക്കെ. ഒരെണ്ണം കൂടെ അതുപോലത്തെ പറയാം. ഹാഡ് എനിബഡി, സെയിം മോഡലാണ്. ഹാഡ് എനിബഡി, ANYBODY. ഓക്കെ അനൂപ ശരിയാണ്. ഹാഡ് എനിബഡി, ANYBODY. എനിബഡി വാഷ്ഡ്, WASHED. washed. Had anybody washed, WASHED. Washed the room, 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 before, BEFORE, before Raju woke up, WOKE, woke up. Before Raju woke up. I will repeat the question. Had anybody washed the room before Raju woke up? Okay, same model. Question mark. Same model. നമ്മൾ നേരത്തെ കണ്ട അതേ മോഡലുള്ള വാചകമാണ്. Okay, Farisa, you are right. Very good. Okay, Joby Moon, very good. Correct.
ഓക്കെ ബിനോയ്, കറക്റ്റ് ആണ്. ഓക്കെ മേഘ, അനൂപ ഓക്കെയാണ്. ഓക്കെ സുസ്മിത, ഓക്കെ. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചു. അപ്പൊ ഞാൻ ഒരു ചോദ്യത്തിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റുകയാണ്, വേറൊരു മോഡൽ ഒരെണ്ണം. The people had not attacked, ATTACKED, attacked the thief, THIEF. I will repeat the question. The people had not attacked the thief. Okay. ഇതിന്റെ പാസീവ് വോയിസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോ ജനങ്ങളാരും കള്ളനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. യെസ്, ആരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? The thief, ഒബ്ജക്റ്റ് കിട്ടി. ഓക്കെ, എഴുതിക്കോളൂ. ഓക്കെ ജോബി മോൾ, വെരി ഗുഡ്. ഓക്കെ ഫരീസ, വെരി ഗുഡ്. ബിനോയ്, ഞാൻ തന്ന ചോദ്യമാണ് തന്നേക്കണം, പാസീവ് വോയിസ് ആക്കുന്നതിന്റെ. ഓക്കെ മേഘ, കറക്റ്റ്. ദ തീഫ് എന്ന് ആക്കിക്കാനോ? അപ്പൊ ശരിയാണ്. ഓക്കെ സുസ്മിത, ഓക്കെ ബിനോയ്, ഓക്കെ റിൻസി, ഓക്കെ ഓക്കെ അനൂപ, ശരിയാണ്. യെസ്. അപ്പൊ അതിന്റെ ആൻസർ ശരിയാണ്. The thief had not been attacked. Okay, the thief had not been attacked. ഈ ആ മോഡൽ തന്നെയുള്ള ഒരെണ്ണം കൂടി. Nobody had nobody had nobody had mistaken, MISTAKEN, mistaken them before the police arrived, ARRIVED. I will repeat the question. Nobody had mistaken them before the police arrived. പോലീസ് വരുന്നതിന് മുമ്പ് അവരെ ആരും സംശയിച്ചില്ല. ആരെ സംശയിച്ചില്ല? അവരെ. അപ്പൊ ദം എന്നുള്ളത് നമുക്കിവിടെ ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. അത് ഇങ്ങോട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും? ദേ എന്ന് മാറുന്നു. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്തു.
Okay, Farisa, very good. Okay, Binoy. Okay, Becca. Joby mode, okay. Anoop, okay. Susmita, okay. Nancy, okay. Okay. Apni ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. നമുക്കിത് റോഷിനി, okay. Okay. റെഡിയാണ്. അപ്പൊ നമുക്ക് ഒന്നിയുടെ കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ല, ഒന്നിയുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മള് 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 12 ടെൻസില് ചില ടെൻസുകളെ പാസീവ് വോയിസ് ആക്കുന്ന രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഒരു പുതിയൊരു കാര്യം പറയുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അതുമല്ല എങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് അറിയാമോ റോഷിനി? എങ്ങനെ ചെയ്യുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് എന്ന് പറയാമോ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് വല്ല പണ്ട് കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലും പറയാമോ? യെസ്. മേഘ പറയാമോ എന്താ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്? അറിയില്ല സാർ, ഓർമ്മയില്ല. കേട്ടിട്ടില്ലേ സംഗതി? അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആണത്. ജോബി മോളെ അറിയാമോ എന്താണെന്ന്? യെസ്. ബിനോയ്? ബിനോയ്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ബിനോയ് പറഞ്ഞോ, അറിയാമോ എന്താണ്? ജോബി മോള് പറഞ്ഞോളൂ. ബ്രീഫ് ഓവർവ്യൂ ആണോ? ബ്രീഫ് ഓവർവ്യൂ അല്ല, ഒരു ജസ്റ്റ് ഇന്ന പോലെ ചെയ്യേണ്ടതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക, അങ്ങനെ ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകണ്ട. Convert the sentence. ഒരാള് പറഞ്ഞ കാര്യം മറ്റൊരാള് പറയുമ്പോഴാണോ? യെസ്, അതാണ് ശരി. ഓക്കെ, വെരി ഗുഡ്. യെസ്, അതായത് നമ്മളിപ്പോ ഒരു നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളത് കേട്ടു. അപ്പൊ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങളത് വേറൊരാളോട് പറയുമ്പോ എങ്ങനെ പറയും? അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അങ്ങനെ വരുത്തുന്ന വ്യത്യാസപ്പെടുത്തി പറയുന്നതിനെയാണ് നമ്മളെന്ത് പറയാ? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ റിപ്പോർട്ടഡ് സ്പീച്ച് കാണുമ്പോൾ കുട്ടികളെ ധാരാളം മാറ്റി വെക്കും. അതങ്ങനെ പൊട്ടേരി വരിക്കും. ആ 1 മാർക്ക് നിങ്ങൾ പൊട്ടേരി വരിക്കും, 2 മാർക്ക്. പക്ഷെ PSC പരീക്ഷയിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരു പക്ഷെ ആ 1 മാർക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 റാങ്ക് താഴെ പോകും. ആ 1 മാർക്കിനും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 1000 റാങ്കിന് മുകളിൽ വരും. അപ്പൊ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കണം. അതിന്റെ കറക്റ്റായ നിയമം നോക്കി നമ്മൾ അത് മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പോ ഇപ്പോ ബിനോയ് നിൽക്കുമ്പോ ബിനോയിനെ നോക്കിയിട്ട് ഒരാള് പറയുക, നിങ്ങൾ സുന്ദരനാണ് എന്ന് പറയുകയാണ്. അപ്പൊ പറയുന്ന ആളുടെ പേര് ഞാൻ തൽക്കാലത്തേക്ക് ഓക്കെ ഞെട്ടണ്ട ബിനോയ്, അയ്യോ കറക്റ്റ് അല്ലേ? ഒരു അശോകൻ എന്ന പേര് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ അശോകൻ എന്ന് പറയുന്ന ഒരാള് ബിനോയിനെ നോക്കിയിട്ട് പറയാണ്,
നീ സുന്ദരനാണ് എന്ന് പറയുന്നത് വിചാരിക്കുക. ബിനോയ് വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ബിനോയിയുടെ സഹോദരനോട് പറയുകയാണ്, അശോകൻ പറഞ്ഞു നീ സുന്ദരനാണെന്ന്. അപ്പൊ സഹോദരൻ എന്ത് വിചാരിക്കും? സഹോദരനാണ് സുന്ദരൻ എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ എന്ത് പറയണം ബിനോയ് വീട്ടിൽ ചെല്ലുമ്പോ? ബിനോയ് പറയേണ്ടത് അശോകൻ പറഞ്ഞു ഞാൻ സുന്ദരനാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. യെസ്. ഇനിയിപ്പോ പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ബിനോയിയുടെ 2 സഹോദരന്മാരും കൂടി 3 പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ അശോകൻ പറയുന്നത് നിങ്ങൾ സുന്ദരനാണ്. അപ്പൊ ആ നിങ്ങൾ എന്ന് പറഞ്ഞതോട് ഉദ്ദേശിക്കുന്നത് ഈ 3 പേരെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ 3 പേരും കൂടി വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുമ്പോ എന്ത് പറയണം? അശോകൻ പറഞ്ഞു ഞങ്ങൾ സുന്ദരന്മാരാണെന്ന്. യെസ്. അപ്പൊ ഈ ഒരു ചേഞ്ചസ് നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ കേട്ട് കഴിഞ്ഞാല് അത് കേട്ടതുപോലെ തന്നെ പറയരുത്, ചെറിയ വ്യത്യാസങ്ങൾ അതിന് വരും. സാധാരണഗതിയിൽ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കേട്ട കാര്യം അതേപോലെ പറയുന്ന ഒരു ഇൻസിഡന്റ് തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പൊ ആ ഇൻസിഡന്റ് നിങ്ങളോട് ഞാൻ പറയാറ്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിനെ കുറച്ച് കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുകയാണ്. അപ്പോ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ചെറിയ ക്ലാസ്, വളരെ ചെറിയ ക്ലാസ്, ടീച്ചർ ബോർഡിൽ എഴുതി മൈ ഹെഡ് എന്ന് എഴുതി. എന്നിട്ട് ടീച്ചർ അതിന്റെ അർത്ഥവും പറഞ്ഞു എന്റെ തല. എന്നിട്ട് കുട്ടികളോട് പല പ്രാവശ്യം പറഞ്ഞു മൈ ഹെഡ് എന്റെ തല എന്ന് ടീച്ചർ പല പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് ടീച്ചർ പറഞ്ഞു നാളെ വരുമ്പോ ഇതിന്റെ അർത്ഥം പഠിക്കണോട്ടെ, മറക്കരുതട്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കഥയിലെ നായികയായ ചെറിയ കുട്ടി കാലത്ത് തന്നെ എഴുന്നേറ്റ് അത് വായിക്കുകയാണ്. മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറഞ്ഞാൽ ഉറക്കം വായിക്കുകയാണ്. അപ്പോ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി അന്നേരത്തെ കേട്ടത് എന്താണ്? ടീച്ചറാണ് പറഞ്ഞത് എന്റെ തല എന്നാണ് പറഞ്ഞത്. അപ്പൊ ടീച്ചറിന്റെ ഉള്ളത് തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കുട്ടി വായിക്കുകയാണ്. അപ്പൊ അപ്പുറത്ത് മറിയും കസേരയിലെ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനത് കേട്ടു. അപ്പൊ അച്ഛൻ വന്നിട്ട് പറഞ്ഞു മോളെ അങ്ങനെയല്ല വായിക്കേണ്ടത്, മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ തല എന്നല്ല, മൈ ഹെഡ് എന്റെ തല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്തു? അകത്തേക്ക് പോയി. അപ്പൊ കുട്ടി വേഗം തന്നെ വായിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി, മൈ ഹെഡ് അച്ഛന്റെ തല, മൈ ഹെഡ് അച്ഛന്റെ തല എന്ന് പറഞ്ഞാൽ പിന്നെ, കാരണം അച്ഛനും പറഞ്ഞത് എന്താണ്? എന്റെ തല എന്നാണ്. അപ്പൊ കുട്ടി വേഗം അച്ഛന്റെ പേര് പറഞ്ഞ് പറയുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ അച്ഛന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അത് വഴി വന്നു. അമ്മ അത് വഴി വന്നു കഴിഞ്ഞപ്പോഴാണ് കുട്ടി വായിക്കുന്നത് കേൾക്കുന്നത് മൈ ഹെഡ് അച്ഛന്റെ തല എന്നും പറഞ്ഞു. അപ്പോ അമ്മ എന്ത് ചെയ്തു? മകളെ തിരുത്തി, മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന്റെ തല എന്നല്ല, മൈ ഹെഡ് എന്റെ തല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി എന്ത് വിചാരിച്ചു? ഓ അപ്പൊ തല മാറി അച്ഛന്റെ അല്ല അമ്മയുടെയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്? മൈ ഹെഡ് അമ്മയുടെ തല എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇതിങ്ങനെ കുറച്ചധികം ഉണ്ട്, എടുക്കട്ടെ. അപ്പൊ ഞാനിവിടെ കഥ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ ഇത് പറയാൻ കാരണം നമ്മൾ ഒരു സംഗതി കേട്ടു. ആ കേട്ട കാര്യം വേറൊരാളോട് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ചില മാറ്റങ്ങളൊക്കെ അത് വരുത്താനായിട്ടുണ്ട്. അങ്ങനെ ആ മാറ്റങ്ങളൊക്കെ വരുത്തി പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് കൃത്യവുമായിട്ട് നമുക്ക് അതൊന്ന് നോക്കി പഠിക്കണം. യെസ്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറയാം. മേഘനോട് ഒരു ചോദ്യം. ഇപ്പോ ഓക്കെ സിമ്പിൾ ആണ്, കേട്ടിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഇപ്പോ ഒരു പെൺകുട്ടി നമ്മളിപ്പോ തൽക്കാലം അതിന്റെ ഷീ സെറ്റ് അവൾ പറയുകയാണ് ഐ ആം ബ്യൂട്ടിഫുൾ. അപ്പോ അത് ഒരു പെൺകുട്ടി മേഘനോട് പറഞ്ഞത് മേഘ കേട്ടു. ഒരു പെൺകുട്ടി പറയുകയാണ് ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു. മേഘ അത് ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറയുമ്പോ എന്ത് പറയണം? അവള് പറഞ്ഞു അവൾ സുന്ദരിയാണ്. കേട്ടാ, ആ ഐ എന്നുള്ളത് എന്തായിട്ട് മാറി? യു എന്നായിട്ട് മാറി. ഇനി പറഞ്ഞത് ഒരവനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവൻ പറയുന്നു അവൻ സുന്ദരനാണെന്ന്. യെസ്. ഇതുപോലെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഇതിന്റെ അകത്ത് വരും, റിപ്പോർട്ട് സ്പീച്ച് വരും.
ആ വ്യത്യാസങ്ങൾ നമ്മളൊന്ന് നോക്കിയിരിക്കണം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ടെൻസ്, ഏത് ടെൻസിലാണ് ചോദ്യം തന്നിരിക്കണമെന്ന് നോക്കാം, റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഓരോ ടെൻസിലോട്ട് അതിനെ മാറ്റാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ 12 ടെൻസിനെ കുറിച്ചും പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞത്. വീണ്ടും ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഈ 12 ടെൻസും കൂടി ഒരു സ്ഥലത്ത് ഒരു പേജിൽ എഴുതി വെക്കുക. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റൻസ്, സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റൻസ്, എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകെ ഈ ടെൻസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ, ഇന്ന സ്ഥലത്ത് ഇന്നത് മാറ്റാതെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ഒന്ന് പിടികിട്ടും. യെസ്. ഇനി സാധാരണഗതിയിൽ ഈ ഒരു റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് 2 വെർബ് വരും. ഒരു വെർബ് വന്നത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തൊരു വെർബ് ഉണ്ടാവും, പിന്നെ ഒരെണ്ണം ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുണ്ടാവും. സെറ്റ് എന്നോ ടോൾഡ് എന്നോ എൻക്വയർഡ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വേർഡ് പുറത്തുണ്ടാവും. അപ്പൊ ഓക്കെ, നമ്മളിവിടെ സെറ്റ് എന്ന് പറയുന്ന വേർഡ് വെച്ച് പറയുകയാണ്. അപ്പോ ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബ്, ആ വെർബിന്റെ ടെൻസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേറൊരു രീതിയിലും, 2 രീതിയിലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന സംഗതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണ് എന്നുള്ളത് നോക്കണം. ഞാൻ ആ ടെൻസ് നോക്കിയിട്ടാണ് നമ്മൾ അത് സൂചിപ്പിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ടെൻസ് നോക്കണം. അപ്പൊ ടെൻസില് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിച്ചെഴുതണം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എളുപ്പമാണ് എഴുതാനായിട്ട്, അപ്പൊ അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്റ്റ് ടെൻസ് വെച്ചിട്ടുള്ളതാണ്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ജോബി മോളെ, ജോബി മോൾ, കടയിലാണല്ലേ? യെസ്. ഓക്കെ 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 അവിടെ നിൽക്കട്ടെ. ഓക്കെ ഓക്കെ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി, അപ്പൊ ജോബി മോളുടെ ഭർത്താവിന്റെ പേരെന്താണ്? ഞാൻ അൺമാരീഡ് ആണ്. ഇതിനകത്ത് കല്യാണം കഴിച്ച ആളുടെ പേര് പറയാം. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി, ഫരീസ, ആർ യു മാരീഡ്? യെസ് സർ. ഓക്കെ. ഫരീസയുടെ ഭർത്താവിന്റെ പേരെന്താണ്? ഷബീർ. ഷബീർ. ഓക്കെ. അപ്പോ ഷബീർ ഇന്ന് രാവിലെ ജോലിക്ക് പോയപ്പോ ഷബീറിനോട് പറയാണ്, ഞാൻ ചിന്തിക്കുക, ഞാൻ വൈകുന്നേരം 7 മണിക്ക് വരും, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം 7 മണിക്ക് വരും. അപ്പോ അത് ഷബീർ എന്ന് പറയുന്ന ആള് ഫരീസയുടെ മുഖത്ത് നോക്കി പറഞ്ഞാണ്, ഞാൻ വൈകുന്നേരം 7 മണിക്ക് വരും. അത് പുള്ളി പറഞ്ഞിട്ട് പുള്ളി ജോലിക്ക് പോയി. ഇത് ഫരീസയുടെ ഉമ്മനോട് പറയുകയാണ്, ഷബീർ വൈകുന്നേരം 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പറയും? Shabir said that he will came today at 7 o'clock in the evening. He will came today at 7 o'clock in the evening. Okay. Anube? സാർ. ഓക്കെ. അനൂപിന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോയപ്പോ പേരെന്ത് പറയണം സാറേ? അങ്ങനൊക്കെ പറയല്ലേ? യെസ്. അപ്പൊ നമുക്കൊരു തൽക്കാലത്തേക്ക് ഒരു പേര് കൊടുക്കാം അല്ലേ? ഏത് പേര് പറയണം? അനൂപന്റെ പേര് പറഞ്ഞോളൂ. ഓക്കെ, ഞാനിപ്പോ തൽക്കാലത്തേക്ക് റോസമ്മ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ റോസമ്മ. ഞാൻ പറയാം. യെസ്. ഏത് പേര് പറയണം എന്നുള്ള കൺഫ്യൂഷൻ ആയിക്കുള്ള രൂപ. അഞ്ജലി. ഓക്കെ. അപ്പൊ അഞ്ജലി പറയാണ്, അഞ്ജലി എന്ന് ഇപ്പൊ പറഞ്ഞപ്പോ വേറെ കുഴപ്പമുണ്ടാകരുത്, ബാക്കിയുള്ള അഞ്ജലിമാര് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ അഞ്ജലി രാവിലെ തന്നെ
ജോലിക്ക് പോയപ്പോ അനൂപിനോട് പറയണേ ഞാൻ വൈകുന്നേരം 7 മണിക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോ 5-ന് പോയി കഴിഞ്ഞതിന് ശേഷം അനൂപിന്റെ അമ്മയോട് പറയണം 5-ന് വൈകുന്നേരം 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് തന്നെയാണ് ഒരു കോഡ് സ്പീച്ച്. അപ്പൊ 5-ന് പറഞ്ഞു. പറയൂ, ഒന്നുകൂടെ പറയാവോന്ന്? ഇപ്പൊ വേറെ പറഞ്ഞു. അത് പറയാം. അതായത് 5-ന് രാവിലെ, അപ്പൊ ഞാൻ ഡ്രമാറ്റിക് ആക്കുക, കുളിച്ചൊരുങ്ങി റെഡിയായി സാരിയെ കൊടുത്ത് അനൂപിന് മുന്നിൽ വരുന്നു. കണ്ട് അനൂപിനോട് പറയുന്നു, അതെ ഞാൻ വൈകുന്നേരം 7 മണിയാകുമ്പോൾ വരാം, നമുക്ക് മറ്റേ ആ പ്രോഗ്രാം നമുക്ക് അതിന് പോകാം എന്ന് പറയുന്നു വിചാരിക്കും. അപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ ഞാൻ 7 മണിയാകുമ്പോൾ എത്താം, ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പോയപ്പോ പറഞ്ഞതാണ്, അനൂപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നേരിട്ട് പറയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, 5-ന് പറയുന്നത് ഐ വിൽ കം അറ്റ് 7 o'clock, ഞാൻ 7 മണിക്ക് വരും. ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ കം അറ്റ് 7 o'clock. ഇത് അനൂപിന്റെ അമ്മയോട് പറയാണ്, അഞ്ജലി 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അഞ്ജലി said അഞ്ജലി സെഡ് she came in tomorrow 7 o'clock. നാളെയല്ല, ഇന്നാണ് വരാന്ന് പറയുന്നത്. Today അല്ലേ? ടുഡേ അറ്റ് 7 o'clock. അപ്പൊ ഏതാണ്ട് ഫരീസ പറഞ്ഞ അതേ സ്റ്റൈൽ തന്നെയാണ് വന്നത്. ഓക്കെ, ഇനി ഞാനിപ്പോ ഇത് കോമൺ ആയിട്ട് വിടണം. കല്യാണം കഴിക്കാത്തവർക്ക് സഹോദരനെ പറഞ്ഞെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട. അപ്പൊ സുസ്മിതക്കും ജോബി മോൾക്കൊക്കെ അതിൻ്റെ അത് ഉൾപ്പെടാം. സഹോദരനാണ്, സഹോദരന്റെ പേരായിക്കോട്ടെ. വൈകുന്നേരം ഇത്ര മണിക്ക് വരാം എന്ന് സഹോദരനോ അല്ലെങ്കിൽ ഫാദറോ പറഞ്ഞെന്ന് വിചാരിച്ചു. എങ്ങനെ പറയുമോ? യെസ്, മേഘ ഒന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞു നോക്കിയേ. ഫാദർ പറയണതാണ്. മതി, എന്തായാലും മതി. ഫാദർ he will come 7 o'clock in the evening. അപ്പൊ പുള്ളി പോയപ്പോ പറഞ്ഞ ഇങ്ങനെയുണ്ട്, നേരിട്ട് പറയണം. മേഘനോട് പറയണം, ഐ വിൽ കം അറ്റ് 7 o'clock in the evening, ഞാൻ വൈകുന്നേരം 7 മണിയാകുമ്പോൾ വരാം, നിങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിന്നോ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അതൊന്നും പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. 7 മണിക്ക് വരാൻ ഞങ്ങളോട് റെഡിയായിട്ട് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഐ വിൽ കം അറ്റ് 7 o'clock in the evening എന്ന് പറഞ്ഞു. ഇനി അതാണ് അച്ഛൻ പോയി കഴിഞ്ഞപ്പോ മേഘ അനിയനോടോ പറയുന്നു, ഇവിടെ അച്ഛൻ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ വൈകുന്നേരം. അപ്പോ അതാണ് പറഞ്ഞത്, ഫാദർ സെഡ് ദാറ്റ് ഹി വിൽ കം അറ്റ് 7 o'clock, അല്ലേ? അതല്ലേ പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്, he will came. അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആരോടെങ്കിലും ഒക്കെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവനത് എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത് നമുക്ക് പറയേണ്ടി വരില്ലേ? അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബിനോയ്ക്ക് എന്ത് തോന്നുന്നു? ബിനോയുടെ ഭാര്യയാണ് പറഞ്ഞോണ്ട് പോണെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് പറയും? എന്ത് പറയാ? എന്ത് പറയുന്നു പറയുന്നില്ല അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്ക് ഈ പറഞ്ഞതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അത് ടെൻസുകൾ മാറിപ്പോയി. അപ്പൊ പറഞ്ഞ ടെൻസ് ഏതാണ്? അപ്പൊ അങ്ങനെയുള്ള ടെൻസ് ആണെങ്കിൽ അത് ഇന്ന ടെൻസിൽ മാറ്റാവുന്ന ഒരു നിയമമൊക്കെ ഇല്ലാത്തത്. അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. ടീച്ചർ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർക്ക് കുറച്ച് എടുത്തു തരാനുള്ളത് കൊണ്ടാണ് ടീച്ചർക്ക് അരമണിക്കൂർ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, we will meet in the next class. Okay. Thank you. Okay, Farisa.